ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോ മുത്തുമൂമിനീങ്ങളുടെയും മുത്തുമൂമിനാത്തുകളുടെയും ശാരീരികമായ മാനസികമായ കുടുംബപരമായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, അതിന് വലിയ പരിഹാരം നീ നൽകണേ റഹ്മാനേ. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് നമ്മുടെ കൂടെ ദിക്ർ ചൊല്ലുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീൻ, ആ ദീനിൽ വിശ്വസിക്കുന്ന, ആ ദീനിൽ അനുസരിച്ച് ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത നന്മകളാണ് ഈ നന്മകളെല്ലാം. ഇത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇത് ആഖിറം വിജയിക്കാനുള്ള വഴികളാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ്, ദിക്ർ ചൊല്ലലാണ്, അല്ലാഹുവിനെ ഓർക്കലാണ്, അല്ലാഹുവിനെ സ്മരിക്കലാണ് എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം. ഒരു വിശ്വാസിക്ക് അങ്ങനെ തന്നെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള വഴികളാണ് നമ്മൾ ആലോചിച്ചത്. കൊറോണയുടെ ഭാഗമായി പള്ളികളിൽ ജുമുഅ ജമാഅത്തുകളിലേക്ക് പോകാൻ പാടില്ല. വീടുകളിൽ തളച്ചിടപ്പെട്ട സമയം, മദ്രസകളില്ല, ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളില്ല, അതേ നന്മയാർന്ന ഒന്നുമില്ല. സർവസ്ഥാപനങ്ങളും അടച്ചുപൂട്ടി, സർവ്വതും എല്ലാം നിന്നുപോയ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് മദനിയം എന്നൊരു പരിപാടി നമ്മൾ ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് വിശ്വാസികൾ പുതിയൊരു പുതിയൊരു ഊർജവും ആർജവവും നേടിയെടുക്കുകയായിരുന്നു. ദിക്റുകൾ ചൊല്ലുകയായിരുന്നു, സ്വലാത്തുകൾ ചൊല്ലുകയായിരുന്നു. ഹദ്ദാദ് റാത്തീബ് ജീവിതത്തിന്റെ ഒരു പതിവായി മാറുകയായിരുന്നു. അസ്മാഉൽ ഹുസ്ന കൃത്യമായി വീടുകളിൽ നിന്ന് ചൊല്ലുകയായിരുന്നു. മാഷാ അല്ലാഹ്, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഒരു ആശ്വാസമായി മദനീയം കടന്നു വന്നപ്പോ സിനിമകൾ വേണ്ട, സീരിയലുകൾ വേണ്ട, എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദിക്റിലേക്കും സ്വലാത്തിലേക്കും ഒരുപാട് വിശ്വാസിനികളുടെ ഹൃദയാന്തരങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് അൽഹംദുലില്ലാഹ് മദനീയം കൊണ്ടുണ്ടായ വലിയൊരു നേട്ടം. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ.